മറ്റ് മാധ്യമങ്ങൾ വേറൊരു ആംഗിളിൽ പടച്ച വാർത്ത നമ്മൾ നമ്മുടെ ആംഗിളിലേക്ക് കൊണ്ടുവരികയാണ്. യെസ്, സഭാ വിവാദങ്ങളിൽ BJP നേതാക്കളായ PC ജോർജിനും അഡ്വക്കേറ്റ് ഷോൺ ജോർജിനും ക്രൈസ്തവ വിഭാഗങ്ങളുടെയും കൂട്ടായ്മകളുടെയും പിന്തുണയേറുന്നു. മെത്രാൻമാർ രാഷ്ട്രീയക്കാരായാൽ രാഷ്ട്രീയക്കാർ അതേ ഭാഷയിൽ മറുപടി പറയുന്നതിൽ എന്താണ് തെറ്റെന്ന് കാസ ചോദിക്കുന്നു. ചില ആത്മീയ നേതാക്കൾ രാഷ്ട്രീയ പക്ഷപാതിത്വം പ്രകടിപ്പിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കുകയെന്നും കാസ പ്രസിഡന്റ് കെവിൻ പീറ്റർ പറഞ്ഞു. വിനോദ്, നമുക്ക് ആദ്യം കെവിൻ പീറ്ററിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. അതെ, എന്നിട്ട് നമുക്ക് ഈ വാർത്തയുടെ വിശദാംശത്തിലേക്ക് വരാം. വിമർശിക്കില്ല. പുരോഹിതർ ആത്മീയ വേല നിർത്തിയിട്ട് രാഷ്ട്രീയ വേലയ്ക്ക് ഇറങ്ങിയാൽ വിമർശിക്കപ്പെടും. മാർപ്പാപ്പ മുതൽ ഇങ്ങോട്ടുള്ള ആരും തന്നെ വിമർശനങ്ങൾക്ക് അതീതരല്ല. PC ജോർജ് മുൻപ് ഏത് രാഷ്ട്രീയ മുന്നണിയിലോ ഏത് രാഷ്ട്രീയ പാർട്ടിയിലോ ഉണ്ടായിക്കോട്ടെ, അദ്ദേഹം എവിടെയായിരുന്നപ്പോഴും സഭാ മക്കൾക്ക്, സഭാ സ്ഥാപനങ്ങൾക്ക്, സഭാ നേതൃത്വത്തിന് തന്റെ രാഷ്ട്രീയ ജീവിതത്തിനുള്ളിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും അദ്ദേഹം ക്രിസ്ത്യൻ സമുദായത്തിന് ഒപ്പം തന്നെയായിരുന്നു. അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ സ്വസിദ്ധമായ ശൈലിയിൽ രാഷ്ട്രീയപരമായ കാര്യത്തിന് മറുപടി പറഞ്ഞെങ്കിൽ അതിനൊരു തെറ്റുമില്ല. അതിൽ വേദനിക്കുന്നവർക്ക് എന്താണ് ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് പറഞ്ഞപ്പോൾ വേദനിക്കാതിരുന്നത്? ഈ കുർബാന അർപ്പണത്തിന്റെ പേരിൽ മാർപ്പാപ്പയുടെ പ്രതിനിധി എന്ന് പറയുന്നത് മാർപ്പാപ്പയ്ക്ക് തുല്യമാണ്. അദ്ദേഹത്തിന്റെ കോലം കത്തിച്ചപ്പോൾ, അദ്ദേഹത്തെ വെള്ളം നിറച്ച കുപ്പിക്ക് എറിഞ്ഞപ്പോൾ, കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന വൈദികനെ അൾത്താരയിൽ കയറി മർദ്ദിച്ച് ബലിപീഠം മറച്ചിട്ടപ്പോൾ, കർദിനാളിന്റെ കോലം കത്തിച്ചപ്പോൾ, അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് അടിച്ച് നിന്റെ ചെകിള പൊളിക്കുമെന്ന് കൈ ചൂണ്ടി പറഞ്ഞപ്പോൾ അപ്പോഴൊന്നും നിങ്ങൾക്ക് വേദനിച്ചില്ലേ? വിവരങ്ങൾ നൽകാൻ മിഥുൻ അയ്യപ്പൻ എറണാകുളത്ത് നിന്ന് ചേരുന്നുണ്ട്. മിഥുൻ, വെരി ഗുഡ് മോർണിംഗ്. മിഥുൻ, ഈ കെവിൻ പീറ്റർ പറഞ്ഞു വെക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് മെത്രാൻമാർ രാഷ്ട്രീയക്കാരായാൽ രാഷ്ട്രീയക്കാർ അതേ ഭാഷയിൽ മറുപടി പറയുന്നതിൽ എന്താണ് തെറ്റ്? അത് തന്നെയാണ് കേരളവും ചോദിക്കുന്നത്. എന്താണ് തെറ്റ് മിഥുന ഇതിൽ? PC ജോർജിന്റെയും അതുപോലെ തന്നെ മകൻ ഷോൺ ജോർജിന്റെയും പരാമർശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞോളൂ മിഥുൻ അയ്യപ്പൻ, പറഞ്ഞോളൂ. വിനോദ്, തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള PC ജോർജിൻ്റെയും അതുപോലെ തന്നെ മകൻ ഷോൺ ജോർജിൻ്റെയും ചില പരാമർശങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് സഭാ നേതൃത്വത്തിൻ്റെ ഇടപെടലുകളെ സംബന്ധിച്ചാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സഭാ നേതൃത്വം സ്വീകരിച്ച പല നിലപാടുകൾ, ചില തീവ്രമായിട്ടുള്ള നിലപാടുകൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ വിശ്വാസികളെ വോട്ട് ചെയ്യുന്നതിൽ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളാണ് ചില സഭാ നേതാക്കൾ നടത്തിയത് എന്നുള്ളതിൻ്റെ അതിലുള്ള വലിയൊരു വിമർശനമാണ് PC ജോർജ് ഉന്നയിച്ചിരുന്നത്. PC ജോർജിൻ്റെ ആ ഒരു തീരുമാനത്തിൽ അല്ലെങ്കിൽ ആ നിലപാടിൽ തെറ്റുകളില്ല എന്നും അതേസമയം തന്നെ ഒപ്പം തന്നെ ഈ സഭാ നേതൃത്വം അമിതമായി രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതും അല്ലെങ്കിൽ അന്ധമായിട്ടുള്ള ഒരു നിലപാട് പ്രഖ്യാപനങ്ങൾ നടത്തുകയും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിനെ അടക്കം സ്വാധീനിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നതും ഒരു പൗരോഹിത്യത്തിന് ചേർന്നതല്ല എന്നുള്ള തരത്തിലുള്ള വിമർശനമാണ് ഇപ്പോൾ കാസ ഉന്നയിച്ചിരിക്കുന്നത്. പുരോഹിതന്മാരുടെ നിലപാടുകൾക്ക് അല്ലെങ്കിൽ പുരോഹിതന്മാർ ചെയ്യേണ്ട പണിക്ക് അപ്പുറത്തേക്ക് നിലപാടുകൾ പ്രഖ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ രാഷ്ട്രീയക്കാർ അതിനെ വിമർശിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ് കാസ ചോദിക്കുന്നത്. തീർച്ചയായും മിഥുൻ, കാസ നിർണായക ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് പലരുടെയും വായടപ്പിക്കുന്നുമുണ്ട്. മിഥുനാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ കൊച്ചിയിൽ നിന്നും പങ്കുവെച്ചുകൊണ്ടിരുന്നത്.